ഇനി നെക്സ്റ്റ് തിയറം, ഇത് എളുപ്പമാണ്. നേരത്തെയൊക്കെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എളുപ്പമാണ്. ഫോർ n events a1 a2 etc an, probability of union I equal to 1 to n ai greater than or equal to sigma I equal to 1 to n p of ai minus sigma I and j lies between 1 and n, probability of ai intersection aj. അതായത് സപ്പോസ് പ്രോബബിൾ അഡിഷൻ തിയറം ഫോർ, ഇത് ശരിക്കും പറഞ്ഞ ഒരു അഡിഷൻ തിയറം തന്നെയാണ്. സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം ഞാൻ പറയുകയാണ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇങ്ങനൊരു ഇത് തന്നു കഴിഞ്ഞാൽ ഇതിൽ ഓക്കെയാണ്. പക്ഷേ ഇനി നെക്സ്റ്റ് പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സിയിൽ ഇതിൽ നമുക്ക് ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് ഇത് നമുക്ക് നോക്കാം. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി മൈനസ് പി ഓഫ് എ ബി മൈനസ് പി ഓഫ് ബി സി മൈനസ് പി ഓഫ് എ സി പ്ലസ് പി ഓഫ് എ ബി സി. ഇത് നോക്കൂ, ഇതിനകത്ത് ഈ പ്ലസ് സൈൻ ഇല്ല എങ്കിൽ ഇത് എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവും. ഈ പോയിന്റ്, ഈ പ്രോബബിലിറ്റി ഓക്കെ പ്ലസ് വരുന്നത്. ബാക്കിയൊക്കെ ഇതാ വരുന്നത് തന്നെ. ഇത് ഓക്കെ ആയി, ഇത് ഡയറക്റ്റ് തന്നെ ഓക്കെ ആയി. ഒരു പ്ലസ് സൈൻ ഒന്നും വരാതെ നോക്കൂ. ഇതിപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയി. ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാലൻസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താവും? ഇത് മുകളിലേക്ക് പോകും, ഇത് താഴേക്ക് വരും. ത്രാസിൽ നമ്മൾ രണ്ട് സാധനങ്ങൾ ബാലൻസ് ചെയ്യണമെങ്കിൽ, ഈക്വൽ ആകണമെങ്കിൽ രണ്ടിലും സാധനം വയ്ക്കുന്നതും പിന്നെ എന്താണ് സാധനം വയ്ക്കുന്നതും പിന്നെ കിലോയും സെയിം ആണെങ്കിൽ മാത്രമേ ആ കിലോ വെയ്റ്റ്സ് ഇല്ലേ അതും സെയിം ആണെങ്കിൽ മാത്രമേ ഈക്വലായിട്ട് നിൽക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും? വേറൊരു സൈഡ് കൂടുക ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഈ ഒരു സൈഡ് ഇത് കുറയും ഇല്ലേ? അപ്പോൾ ഇത് തന്നെയല്ലേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ജനറലൈസ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് 3 ഈവൻറ്റ്സ് എടുത്തു നോക്കി. അപ്പോൾ 3 ഈവൻറ്റ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനൊരു പോയിൻ്റ് ഇത് ഇല്ലാണ്ടാക്കി. അപ്പോൾ എന്ത് വരും? ഇവിടെ A1 A2 A3 ആണ്, ഞാൻ ABC എന്നാണ് എഴുതിയത്. അപ്പോൾ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് യൂണിയൻ I ഈക്വൽ ടു 1 2 3 AI ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു, അതായത് P ഓഫ് A1 പ്ലസ് P ഓഫ് A2 പ്ലസ് P ഓഫ് A3 minus P of A1 A2 minus P of A1 A3 minus P of A2 A3 plus P of A1 A2 A3. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയത്. അപ്പോൾ നമുക്ക് ഇതിനെ ജനറലൈസ് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു, അതായത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്ത് വരും? ഇതിന് ഞാൻ എന്ത് ചെയ്തു? സിഗ്മ I ഈക്വൽ ടു 1 2 3 P ഓഫ് AI. ഇതിനെ എന്ത് എഴുതാം? മൈനസ് എന്ത് വരും? ഡബിൾ സിഗ്മ എവിടെ മുതൽ എവിടെ വരെ? 3 വരെ ഉണ്ട്. സോ 1 ലെസ് ദാൻ ഈക്വൽ ടു I ലെസ് ദാൻ J ലെസ് ദാൻ ഈക്വൽ ടു 3 P ഓഫ് AI AG. ഓക്കെ, ശരിയല്ലേ? സോറി, ഇതാണ് ലെസ് ദാൻ ഈക്വൽ ടു ആണ്. ഓക്കെ, സോറി ഈ ഒരു ഭാഗമല്ലേ കൂടുന്നത്. ഓക്കെ, തെറ്റിപ്പോയതാണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഈ ഒരു ഭാഗം കുറഞ്ഞു, ഈ ഒരു പോയിൻ്റ് ഇല്ലാത്തതുകൊണ്ട്. ഇതേല്ലേ ഉള്ളൂ. ഇനി നമ്മളെന്ത് ചെയ്യും? മൂന്ന് ഈവൻസിന് ശരിയായി നോക്കി, ശരിയായി. ഇനി നമ്മളെന്ത് ചെയ്യും? 6 ഈവൻസിന് നോക്കും ഇല്ലേ? n ഈക്വൽ ടു എന്നിന് ശരിയായി. ഓക്കെ, ഇനി n ഈക്വൽ ടു 6ന് നോക്കും. ഓക്കെ, അപ്പോൾ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് യൂണിയൻ I ഈക്വൽ ടു 1 ടു R AI, അതെന്ത് വരും? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു 1 ടു R P ഓഫ് AI മൈനസ് ഡബിൾ സിഗ്മ. എത്ര ഈവൻറ്റ്സ് ഉണ്ട്? 1 മുതൽ 6 വരെ. ലെസ് ദാൻ ഈക്വൽ ടു I ലെസ് ദാൻ ഈക്വൽ ടു J ലെസ് ദാൻ ഈക്വൽ ടു R P ഓഫ് AI AJ വരും. ഇനി നമുക്ക് n ഈക്വൽ ടു R+1 നമുക്ക് നോക്കാം. R+1 നമുക്ക് നോക്കാം.
probability of union I equal to r plus 1 ai equal to നമുക്ക് എങ്ങനെ എഴുതാം? സ്പ്ലിറ്റ് ചെയ്യാം ഇതിനെ അല്ലേ, ഈവൻസിനെ സ്പ്ലിറ്റ് ചെയ്യാം. യൂണിയൻ ഐ ഈക്വൽ ടു 1 to r എ ഐ അല്ലേ, യൂണിയൻ എന്ത് വരും? എ ആർ പ്ലസ് 1 വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഇതിൻ്റെ റിസൾട്ട് കൊടുക്കുക ഇല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് അപ്പ് എഴുതാം. ഇത് എ യൂണിയൻ ബി ആയി, അപ്പോൾ 2 ഈവൻസ് ആയി. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ചെയ്തിട്ട് റിസൾട്ട് കൊടുത്താൽ മതി. probability of union I equal to 1 to r ai plus probability of ar plus 1 minus probability of union I equal to 1 to r ai intersection r plus 1 അല്ലേ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇതിൻ്റെ റിസൾട്ട് കൊടുക്കുക. ഇതിൻ്റെ റിസൾട്ട് എന്ത് കിട്ടി? എന്താ കിട്ടിയത്? ഇതാണ് റിസൾട്ട്. അപ്പോൾ എന്ത് വരും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് വന്നു? അല്ലെങ്കിൽ ഇത് ഒന്നും കൂടെ ഞാൻ ഈക്വൽ ടു എഴുതട്ടെ, ഒന്നും കൂടെ അറേഞ്ച് ചെയ്യട്ടെ. probability of union I equal to 1 to r ai plus probability of ar plus 1 minus ഇതിനെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ് അല്ലേ, പുറത്തേക്ക് എടുത്തിട്ട് ഇതിനെ ഒന്നിച്ച് എഴുതുകയാണ്. എന്ത് വരും? probability of union I equal to 1 to r ai intersection ar plus 1. ഓക്കെ, ഇപ്പോൾ ശരിയല്ലേ? ഇതിൻ്റെ റിസൾട്ട് കൊടുക്കുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലേ, ഇതിൻ്റെ റിസൾട്ട് കൊടുത്തത് എന്ത്? സിഗ്മ ഐ ഈക്വൽ ടു 1 to r p of ai minus double sigma I 1 less than or equal to I less than or equal to j less than or equal to n p of ai aj. ഓക്കെ അല്ലേ? ഇനി എന്ത് വരും? പ്ലസ് പി ഓഫ് എ ആർ പ്ലസ് 1 മൈനസ് എന്ത് വരും? probability ഓഫ് യൂണിയൻ ഐ ഈക്വൽ ടു 1 to r എ ഐ ഇൻ്റർസെക്ഷൻ എ ആർ പ്ലസ് 1. അതിനെ അങ്ങനെ എഴുതി ഇല്ലേ. ഈ ആറിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ ഒന്നും കൊടുക്കുക കേട്ടോ. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇതിന് ഇക്വേഷൻ നമ്പർ ആർ പ്ലസ് 1ന് ഇക്വേഷനെ നമുക്ക് 2 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്താ വരുന്നത്? ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ടേമിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഈ ലാസ്റ്റ് ടേം ബൂൾസ് ഇൻഇക്വാളിറ്റി ആണ്. ഫ്രം ബൂൾസ് ഇൻഇക്വാളിറ്റി അവിടെ നമുക്ക് ബൂൾസ് ഇൻഇക്വാളിറ്റി യൂസ് ചെയ്യണം. ബൂൾസ് ഇൻഇക്വാളിറ്റി probability of union I equal to 1 to r ai intersection ar plus 1 എന്ത് വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to r probability of ai intersection ar plus 1 അല്ലേ. ഇനി സൈനിൽ മാറ്റം വരുത്തണം. അപ്പോൾ രണ്ട് സൈഡ് മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇതിന് ചേഞ്ച് വരും അല്ലേ. probability of union I equal to 1 to r ai intersection ar plus 1 അല്ലേ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മൈനസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to r probability of ai intersection ar plus 1 അല്ലേ. അപ്പോൾ ഫ്രം ഇക്വേഷൻ നമ്പർ 2 we get എന്ത് വരും? probability of union I equal to 1 to r plus 1 ai greater than or equal to sigma I equal to 1 to r plus 1 p of ai minus double sigma 1 less than or equal to I less than or equal to j less than or equal to n p of ai aj minus sigma I equal to 1 to n probability of ai intersection a r plus 1 ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതി വെച്ചു. അപ്പോൾ എ ഐ ഇൻ്റർസെക്ഷൻ എ ആർ പ്ലസ് 1 ഇങ്ങനെ ആ റിസൾട്ട് കൊടുത്തു. ഏത് റിസൾട്ട്? ഇതാ ഈ റിസൾട്ട് ഞാനിവിടെ കൊണ്ട് കൊടുത്തു. മൈനസ് ആ ഒരു ഇതിലേക്ക് നമ്മൾ ഇതുകൊണ്ട് കൊടുത്തു. ഓക്കെ, വിച്ച് ഈസ് ഇംപ്ലൈസ് probability of union I equal to 1 to r plus 1 ai
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും? വീണ്ടും ഞാൻ ഇതിനെ എന്ത് ചെയ്തു? ഇതിനെ എന്ത് ചെയ്തു? ഒന്നും കൂടി ചുരുക്കി എഴുതി. ഓക്കെ, അപ്പോൾ ഇതിനെന്താ ഒന്നും കൂടി ചുരുക്കി എഴുതി. അതായത് r+1 ടേംസിലാണ് എഴുതിയത്. അപ്പോൾ സിഗ്മ ഐ ഈക്വൽ ടു 1 to r+1 p of ai minus sigma 1 less than or equal to I less than or equal to j less than or equal to n. ഇത് രണ്ടും കൂടി നമുക്ക് ക്ലബ് ചെയ്ത് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എ ഐ ഇൻ്റർസെക്ഷൻ എ ജെ, ഇത് എവിടെ മുതൽ എവിടെ വരെയാണ്? r+1 വരെയാണ് എഴുതേണ്ടത്. ഓക്കെ, r+1 വരെയാണ് എഴുതുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രൂഫ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ തിയറമാണ്. മൾട്ടിപ്ലിക്കേഷൻ തിയറം നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ തിയറം മൾട്ടിപ്ലിക്കേഷൻ തിയറമാണ്. മൾട്ടിപ്ലിക്കേഷൻ ലോ ഓഫ് പ്രോബബിലിറ്റി. ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ലോ ഓഫ് പ്രോബബിലിറ്റിക്കകത്ത് നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ സപ്പോസ് ബൈ ഡെഫിനിഷൻ, അതായത് ഡെഫിനിഷൻ പ്രകാരം, അതായത് for two events A and B, ഇതെങ്ങനെ വരും? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ ആൻഡ് പി ഓഫ് എ ഗ്രേറ്റർ ദാൻ 0. നെക്സ്റ്റ് ഇതെങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞു തരാം. പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി, പി ഓഫ് ബി ഗ്രേറ്റർ ദാൻ 0. ഇതെങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ബൈ ഡെഫിനിഷൻ ഓഫ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എ ഗിവൺ ബി ഈക്വൽ ടു എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ? പി ഓഫ് എ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എന്താണ് ബി, റൈറ്റ്? അതായത് രണ്ട് ഈവൻസ് ഉണ്ടെങ്കിൽ ബി ഓൾറെഡി ഒക്കേർഡ് ആണ്, അതിൻ്റെ ബേസിലാണ് നമ്മളെന്ത് ചെയ്യുന്നത്? എയുടെ പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്, അല്ലേ? ഈ ഈവൻ്റ് ഓൾറെഡി ഒക്കേർഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം പ്രോബബിലിറ്റി ഓഫ് എ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. എ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എയിലും ബിയിലും കോമൺ പോയിൻറ്റ്സ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങളൊന്ന് ഇതിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളിപ്പോൾ ഇവിടെ നോക്കൂ, പ്രോബബിലിറ്റി ഓഫ് എ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ മീനിങ്, ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഇൻ എ ബി. ഓക്കെ, നമ്പർ ഓഫ്, അതല്ലേ ശരിക്കും പ്രോബബിലിറ്റി ഓഫ് എ ബി എന്ന് പറയുന്നത്? നമ്പർ ഓഫ് പോയിൻറ്റ്സിൻ്റെ, അതായത് എ ബിയിലുള്ള ഇൻ്റർസെക്ഷനിലുള്ള നമ്പർ ഓഫ് പോയിൻറ്റ്സിൻ്റെ പ്രോബബിലിറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഇൻ ഈവൻറ്റ് ബി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതാണ് വലുത്? ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ ബി ആണോ, അതോ വെറും ഈവൻറ്റ് ബി ആണോ? ഈവൻറ്റ് ബി അല്ലേ വലുത്, എന്നാലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ന്യൂമറേറ്ററിൽ എപ്പോഴും ചെറിയ നമ്പറേ പാടുള്ളൂ, വലിയ നമ്പർ ഇവിടെ പാടുള്ളൂ. ഇല്ല എങ്കിൽ നമ്മുടെ പ്രോബബിലിറ്റിയുടെ ആ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് വലുത്, ഇല്ലേ? പ്രോബബിലിറ്റി, അതായത് എന്താണ്? നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഇൻ ഈവൻറ്റ് ബി ആണ് വലുത്. ഓക്കെ, ഇത് മനസ്സിലായി? ഇത് കോൺസെപ്റ്റ് മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാം, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലെങ്കിൽ എ ബി ഈക്വൽ ടു, ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി. അതായത് എന്താണോ ഓൾറെഡി ഒക്കേർഡ് ആയിട്ടുള്ള ഈവൻറ്റ് അതിൻ്റെ പ്രോബബിലിറ്റി പുറത്തേക്ക് വരണം. ഓക്കെ, അതാണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. അത് തന്നെയല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്? നോക്കൂ, പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. കണ്ടീഷൻ പ്രോബബിലിറ്റി ഓഫ് ബി ഗ്രേറ്റർ ദാൻ 0. ഇതേപോലെയല്ലേ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ, അത് ഈവൻറ്റ്
എ എന്ന് പറയുന്നത് ഓൾറെഡി ഒക്കേർഡ് ആണ്. പ്രോബിലിറ്റി ഓഫ് എ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ which is equal to number of points A intersection B divided by number of points in event A. ഓക്കെ ശരിയല്ല. അപ്പോൾ ഏതാണ് വലുത്? ഇതാണ് സബ്സെറ്റ് ഇതിൻ്റെ ഇല്ലേ? അപ്പം എന്താണ് അതിനൊക്കെ വെൻ ഡയഗ്രാം നോക്കിയാൽ മതിയാവും. അപ്പോൾ എന്താണ് ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കിട്ടും. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ. നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? പി ഓഫ് എ, ഈ എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0. ഇത് എവിടെ നിന്നാണ് വന്നത്? കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ നിന്നാണ് വന്നത്. കണ്ടില്ലേതാ? ഓക്കെ. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൻ്റെ കോൺസെപ്റ്റ് ഇതൊക്കെയാണ്. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക. ഇതിൻ്റെ എക്സ്റ്റൻഷൻ തിയറം ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ്റെ. ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. ഇതിപ്പോൾ 2 ഈവൻസ് എടുത്തിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തന്നത്. ഇതേപോലെ തന്നെ നമുക്ക് n ഈവൻസിൻ്റെ എക്സ്റ്റൻഷൻ തിയറം പഠിക്കണം. ഓക്കെ. മൾട്ടിപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ.